വചനവയലിൽ നിന്നും വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാൾ ആശംസകൾ. ലോകം നമ്മെ എന്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നതിനേക്കാൾ ക്രിസ്തു നമ്മെ ആരാക്കാൻ വിളിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ ക്ലാര ജീവിച്ച കാലത്തും ലോകത്തിന് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആകർഷണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ആകർഷണം കൂടുതൽ സൂക്ഷ്മമായിരിക്കുന്നു. പണം മാത്രമല്ല, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, പ്രസക്തി, അംഗീകാരം, ലൈക്കുകൾ, ഫോളോവേഴ്സ്, മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം എന്നിവയും നമ്മൾ ഹൃദയത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കലുമാകുന്നു. ക്ലാര പുണ്യവതി ഇന്ന് നമ്മോട് ചോദിക്കുന്നത് പോലെ തോന്നുന്നു. നിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നല്ല, നിന്റെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ക്രിസ്തു തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു. അവൾ ക്രിസ്തുവിൽ തൻ്റെ സൗന്ദര്യവും സമ്പത്തും സുരക്ഷിതത്വവും കണ്ടെത്തി. അതുകൊണ്ടാണ് അവൾക്ക് ലോകത്തിൻ്റെ അംഗീകാരം ആവശ്യമില്ലാതായിത്തീരുന്നത്. നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഒരു ഡിജിറ്റൽ ദാരിദ്ര്യം ആവശ്യമാണ്. കുറച്ച് സമയം ഫോൺ മാറ്റിവെക്കുക, കുറച്ച് സമയം നിശബ്ദതയിൽ കഴിയുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക, മറ്റുള്ളവരുടെ ജീവിതം നിരീക്ഷിക്കുന്നതിന് പകരം സ്വന്തം ആത്മാവിനെ നിരീക്ഷിക്കുക. ക്ലാര നമ്മെ പഠിപ്പിക്കുന്നത് കൂടുതൽ നേടുന്നതിലല്ല ജീവിതത്തിൻ്റെ സമ്പത്ത്, കുറവിൽ പോലും ദൈവത്തെ കണ്ടെത്തലാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് നിശബ്ദതയും ആന്തരിക സമാധാനവുമാണ്. വിശുദ്ധ ക്ലാരയുടെ ജീവിതം നമ്മെ വീണ്ടും ആ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തുവിൻ്റെ കണ്ണാടിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ രൂപം കാണാൻ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്നത് പോലെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ കുറവുകൾ മാത്രമല്ല, ദൈവം നമ്മിൽ കാണുന്ന സൗന്ദര്യവും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കുടുംബത്തിൽ സമാധാനത്തിൻ്റെ സാന്നിധ്യമാകുക, സമൂഹത്തിൽ ലാളിത്യത്തിൻ്റെ സാക്ഷിയാകുക, സഭയിൽ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരാകുക, ഡിജിറ്റൽ ലോകത്ത് വിവേകത്തിൻ്റെ സാക്ഷിയാകുക, പ്രതിസന്ധിയിൽ പ്രത്യാശയുടെ മനുഷ്യരാകുക. വിശുദ്ധ ക്ലാരയുടെ ഇന്നിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ ശബ്ദം കുറയ്ക്കൂ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കൂ. വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നത് കുറയ്ക്കൂ, സ്നേഹത്തിൽ വളരൂ. അംഗീകാരം അന്വേഷിക്കുന്നത് കുറയ്ക്കൂ, ദൈവസന്നിധി അന്വേഷിക്കൂ. അപ്പോൾ നിന്റെ ജീവിതം തന്നെ ഒരു പ്രകാശമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ക്ലാരേ, ലോകത്തിൻ്റെ തിരക്കിനിടയിലും ക്രിസ്തുവിനെ മാത്രം കേന്ദ്രമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും, ബന്ധങ്ങളിൽ സ്നേഹവും, ഹൃദയങ്ങളിൽ നിശബ്ദതയും, ജീവിതത്തിൽ ലാളിത്യവും നൽകണമേ. മിശിഹായുടെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ജീവിക്കുന്ന കണ്ണാടികളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.